എന്താണ് ബായി? ഫോൺ ചെയ്യാൻ വന്നതാ. മൊബൈൽ ഇന്നലെ കളിക്കടെ കളഞ്ഞു പോയില്ലേ? ഒരു മൊബൈൽ പോയാൽ എന്താണ്, 9 മൊബൈൽ സംഘടിപ്പിച്ചിരുന്നു. ഫോട്ടോ ഒന്നുമില്ലേ? ഒരു നല്ല ഓട്ടം കിട്ടി, അപ്പം നിർത്തി മടുത്തിട്ടേ റെസ്റ്റാണ്. ആശാനവിടെ ദാഹിച്ചിരിപ്പുണ്ട്. കളത്തിലില്ലാത്ത ആൾക്കാരാണല്ല. ആരാണ്? പുതിയ പയ്യന്മാരാണ്. മൊട്ടയെന്ന് ഇവരെണിക്കുമ്പോ വടിവാളായിട്ട് ഇറങ്ങിക്കോളല്ല. കൊച്ചിയിൽ മാത്രം ഇത്രയും കൊട്ടേഷൻകാര്? കൊച്ചിയില് മാത്രമല്ല കൊട്ടേഷൻ, എല്ലായിടത്തുണ്ട്. പകുതി സിനിമാക്കാര് പറഞ്ഞു വരിപ്പിക്കണേന്ന്. ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഏർപ്പാടിലെ സിനിമാക്കാര് എന്ത് ചെയ്യുമായിരുന്നു? ഒരു കഥപ്പടം കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അപ്പുറത്തൊരു ഷൂട്ടിംഗ് കിടപ്പുണ്ട്, അതും കൊട്ടേഷൻ പടമാണ്. നമ്മുടെ പഴയ സ്റ്റണ്ട് മോഷൻ ടീമാണോ? ഇത് മലയാളം പടം. ഞാനിപ്പോ വരാം. എവിടെ പോണു? ഞാൻ കൊണ്ടുവിടാ. വേണ്ട, ബ്രാഞ്ച് വിട്ടോ. 3ാമത്തെ പെക്കിൽ ഐസിറിനേക്കുമ്പോ വരുവോ? കുടുംബം, ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ. ഒന്ന് പറഞ്ഞു കൊടുക്കണോ? ഇയാൾക്ക് എന്താ ആലോചിക്കുന്നത്? ജയകാന്ത, മാഷിങ് വന്നേ. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങിയത്? എനിക്ക് വേഷമൊന്നുമില്ലേ? മാഷ് എന്ത് പണിയെ കാണിച്ചേ? കയ്യും കാലും തല്ലിയൊടിച്ചനെ കണ്ട അവരിപ്പ തരും വേഷം. അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് എന്റെ നടുവ് തരെ നേരെയായിട്ടില്ല. നടനാകണമെങ്കിൽ ജീവിതം പഠിക്കണമെന്ന് പറഞ്ഞത് ഡയറക്ടർ സാർ തന്നെയല്ലേ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ജീവിതം പഠിക്കാനായിട്ട് ആരെങ്കിലും ഗുണ്ടകളുടെ കൂടെ പോയി ചേരൂ? പക്ഷെ വിവേകോബ്രോയ് എന്റെ പൊന്നു മാഷെ, നിങ്ങൾ അത്ര മണുങ്ങൂസനായി പോയല്ലോ. നിങ്ങളൊരു പാവത്താനാണല്ലോ എന്ന് കരുതി അവരൊരു വേഷമൊക്കെ തരാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതിനിടയില്ല മാഷ ഗുണ്ടകളുടെ കൂടെ ഒന്ന് പണിയിരുന്നത്. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അടി നടക്കുമ്പോഴല്ലേ ഞാൻ ആളെ കാണുന്നത്. ഞാൻ അപ്പൊ തന്നെ കാര്യം പറയുകയും ചെയ്തില്ലേ? കാര്യം പറയാൻ കണ്ട സമയം അത് ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പഴയൊരു പ്രൊഡ്യൂസർ കൊടുത്ത പണിയാ. ചാൻസ് തപ്പിയെടുത്ത മാഷ കറക്റ്റ് ആയിട്ട് അതിനിടയിൽ കയറിപ്പെടുകയും ചെയ്തു. നടനായിരുന്ന ഒന്ന് കാണാതിരിക്കായിരുന്നു സാറേ. സത്യമായിട്ട് ഞാൻ അഭിനയം പഠിക്കാൻ പോയത് അവരവിടെ. പഠിച്ചതൊക്കെ മതി, മനസ്സിലായില്ലേ? എന്താ ഇവിടെ? സാർ, എന്നെ മനസ്സിലായില്ല സാർ. ഇതുപോലത്തെ ഒരു വേഷമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും സാർ. എനിക്ക് ഉറപ്പാണ് സാർ. മാറിക്കണോ? ഒരു അബദ്ധം പറ്റിപ്പോകാൻ സാർ. ഞാൻ ജയകാന്തനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ട. ഒരു വേഷം കിട്ടാൻ വേണ്ടിയില്ല സാറേ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ഷൂട്ടിനിടയ്ക്ക് ശല്യം ഉണ്ടാക്കരുത് രാജു. സാർ അഭിനയിപ്പിച്ച് നോക്കിയിട്ട് മതി സാർ. ഇവിടെ തനിക്ക് വേഷമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ തരാൻ ഉദ്ദേശമില്ല, മനസ്സിലായോ? സാർ അങ്ങനെ പറയും. എന്റെ പാവത്തെ ഷേപ്പൊക്കെ മാറ്റി വന്നു കഴിഞ്ഞാൽ ഈ പടത്തി വേഷം തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഗുണ്ടോട് കൂടെ ചേർന്നത്. സാർ പ്ലീസ്, സാർ പ്ലീസ്. വലിയ നടന്മാരെന്തെങ്കിലും കാണിച്ചതുപോലെയൊക്കെ കാണിച്ച സിനിമാ നടനാണെന്നാണ് വിചാരം. പിടിച്ചു മാറ്റണോ? വലിയ നടന്മാര് പലരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ തന്നെയല്ലേ? അഭിനയിക്കാൻ നടക്കണ സമയത്തെ വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുക്കടോ. നാടോ, നമ്മുടെ അടുത്ത പടേ സൂപ്പർമാൻ 5ാം പാർട്ടാ. ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി പറക്കാൻ പഠിച്ചോ? ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ. ഇത്തവണ അച്ഛൻ ശരിക്കും പറക്കാൻ പോകും. ആരുടെ അവിടവും കിട്ടണം. ഒരു വാരം മറ്റെടുത്ത ചവിട്ടാ. അസഭ്യം പറയരുത് മോനെ. ആരുടെ അമ്മ കെട്ടിക്കാൻ പോടാ പന്നി? അങ്ങനെ ചോദിക്കണം. ഇങ്ങോട്ട് ഇറങ്ങി പാടാം. അതാരാശാന് ഈ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. പാമ്പൂരി സലാം. സലാമുണ്ട് സലാമേ.
എന്തടാപ്പ കഴിഞ്ഞോണ ചവിട്ടി മെതിച്ചോന്ന് നിനക്ക് തികഞ്ഞില്ലടാ മോനെ. മെതിക്കാനല്ലടാ, ഓ കൊയ്യാൻ വന്നേണ്. അയ്യോ കൊറേ നാളായില്ലേ സാറന്മാരൊക്കെ ഇവിടെ വിലസാൻ തുടങ്ങിയിട്ടെ. അയ്യോ ഇനി ഉമ്മക്കൊരു ചാൻസ് കൂടപ്പാ. അയ്യോ പേടിയാടാ സാറേ, പേടിയാണ്. ആ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ല, കൊയ്യാൻ കൊണ്ടുവന്നതായിരിക്കും. അപ്പൊ കൊയ്ത്ത് പാട്ട് വേണ്ടേ? ഐ, താരാധീനന്തോ, ദിനന്താരാ, താരാധീനന്തോ. കൊയ്ത്തുകാരെ, വയലും വീട് പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇങ്ങനെ ഒരു സമ്മാനം തരാൻ ഇറങ്ങിയതാണ്. അന്ന് ഇവന്റെ നെഞ്ചത്ത് കയറുന്ന ഗ്രൂപ്പ് ഡാൻസ് കളിച്ചില്ലേ, അതിന്റെ ചെറിയൊരു പ്രൈസായി അങ്ങനെ തരണം. ട്രോഫി ഉണ്ടാക്കി തരാൻ വന്നേക്കാണല്ലേ? എവിടെ നിന്നാണ് മച്ചു വരവ്? ചാവക്കാടന്നാണ്. എന്തേ കുറച്ച് കൂടി ഇറക്കുമതിയാണ്. കൊച്ചിയിലിപ്പ ഇറക്കുമതി എടുക്കണില്ല, കയറ്റുമതിയേ ഉള്ളു. വന്ന സ്ഥിതിക്ക് നീ ഇതാ കുന്നംകുളം ചന്തയിലേക്ക് ഒന്നങ്ങടെ ഇറക്കിയേക്കണം. കൊറേ നാളായി ഒരു ബോംബെക്കാരന്റെ ബലത്തിലായിരുന്നല്ലോ നിന്റെയൊക്കെ കളി. എവിടാ പന്നി ആ ബോംബെ വാല? ബോംബെ തീർത്തേക്കട പന്നിയുടെ മോനെ. ഇല്ലടാ, ഒന്നും ചെയ്യുന്നില്ല പന്നികളെ. എവിടാ നിന്റെയൊക്കെ ബോംബെ? വിളിക്കാ കാവടി മോനെ, വിളിക്കണം, വിളിക്കാൻ. ബോംബെ 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 ചവിട്ടി കൂട്ടണവര്. ഷൂട്ടിങ് ഷൂട്ടിങ്.
ഗുണ്ടായിസം. നടക്കടാ. നടക്കടാ. ഇറങ്ങി പോണല്ല. ഓ ശരി. ഇക്കണക്കിന് പോയ കൊച്ചിയിലെ നമ്പർ 1 ടീമാകുന്നമ്മ. പിന്നെ അല്ലാതെ ബോംബെ കുട്ട പുന്നാരമുത്തേ, നീ എന്താണ് മാറി നിൽക്കണത്? മച്ചാനാണ് ഇനി മുതൽ ഞങ്ങളുടെ മച്ചാൻ. മച്ചാനല്ലടാ, ആശാൻ. അപ്പൊ ഈ സാധനോ? അയ്യോ, ഇത് നമ്മുടെ ആശാൻ. പക്ഷെ അതാണ് ആശാൻ. ഞാൻ ചത്തുപോയാലും നീ ആയിരിക്കണം ഇവരുടെ അടുത്ത ആശാൻ. കേട്ടോടാ ബോംബെ കുട്ടാ. ഞാൻ ബോംബെക്കാരനല്ല. നീ ബോംബെക്കാരനല്ല, പിന്നെ എവിടുത്തുകാരനാണ്? ഞാൻ ബോംബെക്കാരനല്ല. കോമഡി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഗുണ്ടയല്ല, ബോംബെക്കാരനുമല്ല. ഞാനൊരു സ്കൂൾ മാഷ, മോഹൻ. അഭിനയ ഭ്രാന്ത് കയറി, സിനിമാ ഭ്രാന്തി കയറി ജീവിതം നശിപ്പിച്ച് വിട്ടു. മോൻ ഇത് എവിടായിരുന്നു? എന്തൊക്കെയാ ഈ നടക്കുന്നത്? സാവിത്രി കുഞ്ഞ് എന്തിനാ മഠത്തിലേക്ക് പോയത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താ ഒന്നും മിണ്ടാത്തേ? എത്ര ദിവസമായി മോനേട്ട ഒന്ന് വിളിച്ചിട്ട്? അങ്ങോട്ട് വിളിച്ചാലിട്ട് കിട്ടുന്നില്ല. നിങ്ങളുടെ ഫോൺ എവിടെ പോയി? എന്താ നിങ്ങൾക്ക് പറ്റിയത്? നട റോട്ടി കിടന്ന് തല്ലുണ്ടാക്കുക, പോലീസ് പിടിക്കുക. മാഷിനെ പരുവത്തി കണ്ടപ്പോ ഉണ്ണിക്കുട്ടൻ വല്ലാതെ പേടിച്ചുപോയി. ആരാ അവരൊക്കെ? എന്തായിരുന്നു പ്രശ്നം? അവരെപ്പോഴാ പോയത്? വന്ന പാടെ ബാഗ് എടുത്തോണ്ട് പോയി. ചോദിച്ചിട്ടൊന്നും പറയാതാ കുഞ്ഞു പോയത്.